പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25 ചൊവ്വാഴ്ച. ഇന്ന് സഭ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ഫീസ്റ്റ് ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്ക് വായനയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 37 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. റാണി മരിയ 29/1/1954 ജനിച്ചത്. 22/2/1995 കൊല്ലപ്പെട്ടു. വെറും 41 വയസ്സിൽ വധിക്കപ്പെട്ട റാണി മരിയ വാഴ്ത്തപ്പെട്ടവരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വായനയ്ക്ക് ഉദ്ദേശിക്കുന്ന ഭാഗത്തുനിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 44 വാക്യം, 24:44. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 5 പ്രഭാഷണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവസാനത്തെ പ്രഭാഷണം യുഗാന്ത പ്രഭാഷണം എന്നാണ് പറയുക. 24-25 അധ്യായങ്ങൾ ലോകാവസാനത്തെക്കുറിച്ച്, കർത്താവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച്, വിധിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ വായന. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജാഗരൂകരായിരിക്കണം, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് വരിക എന്നറിയാൻ പാടില്ല. ലോകാവസാനം എപ്പോഴാണെന്നുള്ളതിന് ചിന്തയാണ് ആദ്യം. ഇന്ന് ലോകാവസാനത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അത് എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല, അതിന് ചിന്തിക്കേണ്ട കാര്യവുമില്ല. വരുമ്പോൾ വരും, എപ്പോഴാണെന്ന് അറിയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരിക. അപ്പോൾ ലോകാവസാനത്തെക്കുറിച്ച് കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കെല്ലാം ഒരു അവസാനമുണ്ട്. എൻ്റെ ലോകം, ഈ ലോകം മരണത്തോടെ അവസാനിക്കുകയാണ്. അത് കൃത്യമായിട്ട് അറിയാം, സംഭവിക്കും. പക്ഷേ എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഏത് മണിക്കൂറിലായിരിക്കും വരിക എന്നറിയില്ല. യേശു നമ്മെ സ്വീകരിക്കാനായിട്ട് വരുന്ന മണിക്കൂറാണ് മരണം. അതൊരു കടന്നുപോകലാണ്, ഒരു വേർപാടാണ്, ഒരു വീട്ടിലേക്ക് കടന്നുപോകലാണ്, കണ്ടുമുട്ടലാണ്. ഇപ്പോൾ എന്നെ ഭവനത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് യേശു വരുന്ന അവസരമാണ് മണിക്കൂർ, ഈ മരണം. അതെപ്പോൾ വരുമെന്നറിയാത്തതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഒന്നേ ഉള്ളൂ, യേശു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. യേശു നൽകിയ പ്രമാണങ്ങൾ, പ്രത്യേകിച്ച് സ്നേഹപ്രമാണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ആരോടും വെറുപ്പും വിദ്വേഷവും അസൂയയും പകയും മനസ്സിൽ കാത്തു സൂക്ഷിക്കാതിരിക്കുക. എല്ലാവരോടും ക്ഷമിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. ദൈവം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ കർത്താവിന് നൽകിയ ആ പ്രമാണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെതായ ജീവിതം നമ്മളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് എപ്പോൾ വന്നാലും നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. മരണം എപ്പോഴെങ്കിലും വരട്ടെ, കർത്താവ് വരുന്നതാണ്. നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കർത്താവ് വരുന്ന അവസരമാണ് മരണമെന്ന് ഓർക്കുക. അതെപ്പോൾ വേണം സംഭവിക്കാം, എപ്പോഴും സംഭവിക്കട്ടെ. പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് നമ്മുടെ യേശു കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. അതിനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. വഴിയേ നടക്ക